ഹലോ, JEE 2025 വെക്റ്റർ ആൾജിബ്രയിൽ നിന്നും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ടു വെക്റ്റേഴ്സ്, രണ്ട് വെക്റ്റേഴ്സ് തന്നിട്ടുണ്ട്, വെക്റ്റർ യു ആൻഡ് വെക്റ്റർ വി. ലാംഡ ഗ്രേറ്റർ ദാൻ 0. ഇവിടുത്തെ ലാംഡ എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ്. ദി ആംഗിൾ ബിറ്റ്വീൻ ദം, ഈ രണ്ട് വെക്ടറുകൾക്കിടയിലുള്ള ആംഗിളാണ് ഇവിടെ തന്നിരിക്കുന്നത്. കോസ് ഇൻവേഴ്സ് √5/2√7. അപ്പം തീറ്റ തന്നിട്ടുണ്ട് അല്ലേ? തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് √5/2√7. അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റ എന്ത് വരും? കോസ് തീറ്റ ഈക്വൽ ടു √5/2√7. ഓക്കെ അല്ലേ? കോസ് തീറ്റ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. ഈക്വൽ ടു, ഇവിടെ രണ്ട് വെക്ടേഴ്സ് ഏതൊക്കെയാണ്? വെക്റ്റർ യു ആൻഡ് വെക്റ്റർ വി. അപ്പോൾ കോസ് തീറ്റ എന്ത് വരും? വെക്റ്റർ യു ഡോട്ട് വെക്റ്റർ വി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് യു ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വി. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? √5/2√7 ഈക്വൽ ടു വെക്റ്റർ യു ഇൻറ്റു വെക്റ്റർ വി എന്ത് വരും? 3 × 2 6 -1 × 1 -1. ഇവിടെ എന്താണ്? ലാംഡ ഇൻറ്റു മൈനസ് ലാംഡ ഇൻറ്റു 0 ആണ്, അത് എഴുതേണ്ട കാര്യമില്ല. ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ യു എന്ത് വരും? √3² 9 -1² +1 ഇൻറ്റു √2² 4 1² 1 -λ² +λ² ആണ്. ഓക്കെ അല്ലേ? അപ്പം നമുക്കിവിടെ √5/2√7 ഈക്വൽ ടു 5/√10 ഇൻറ്റു √5 + λ² എന്ന് വരും. ഓക്കെ അല്ലേ? ഇവിടെ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഈ √5നെയും 5നെയും കൂടെ കട്ട് ചെയ്താൽ നമുക്കിത് ഇവിടെ √5 വരും. ഓക്കെ അല്ലേ? ഈ √5നെ √10നെയും കൂടെ കട്ട് ചെയ്ത് കളഞ്ഞാൽ താഴെ എന്ത് വരും? √2 വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ √2നെയും ഈ 2നെയും കൂടെ കട്ട് ചെയ്താൽ ഇവിടെ എന്ത് വരും? √2 വരും. ഓക്കെ ആണല്ലോ? അപ്പം ബാക്കി നമുക്ക് എങ്ങനെ എഴുതാം? 1/√2 ഇൻറ്റു √7 എന്താണ്? √14 ആണ്. ഈക്വൽ ടു 1/√5 + λ². ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് വരും? √5 + λ² ഈക്വൽ ടു √14. 5 + λ² ഈക്വൽ ടു 14. λ² ഈക്വൽ ടു 9. λ ഈക്വൽ ടു 3. നമ്മളതാ 3 എന്താ എടുത്തത്? λ² എന്ന് പറഞ്ഞാൽ 9 ആണ്. അപ്പം ലാംഡയുടെ വാല്യൂ -3 അല്ലെങ്കിൽ +3 ആണ്. നമ്മളിവിടെ +3 എടുത്തത് കാരണം എന്താണ്? കാരണം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ലാംഡ എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പം എന്താണ്? പോസിറ്റീവ് വാല്യൂ വരത്തുള്ളൂ. ലാംഡയ്ക്ക് വരുന്നത് ഇവിടെ നമ്മൾ +3 എടുത്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അടുത്തെന്താ പറഞ്ഞിട്ടുള്ളത്? വെക്റ്റർ വി ഈക്വൽ ടു വെക്റ്റർ v1 + വെക്റ്റർ v2 ആണ്. വെക്റ്റർ v1 ഈസ് പാരലൽ ടു വെക്റ്റർ u ആൻഡ് വെക്റ്റർ v2 ഈസ് പെർപെൻഡിക്കുലർ ടു വെക്റ്റർ u. ദെൻ ദി വാല്യൂ ഓഫ്, ഇവിടെ നോക്കിയേ, വെക്റ്റർ v ഈക്വൽ ടു വെക്റ്റർ v1 + വെക്റ്റർ v2. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാൻ വെക്റ്റർ v1ൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്തിട്ട് സ്ക്വയർ ചെയ്യാം. അപ്പോൾ അതെന്ത് വരും? ഈക്വൽ ടു
വെക്റ്റർ v1 സ്ക്വയർ പ്ലസ് വെക്റ്റർ v2 സ്ക്വയർ പ്ലസ് 2 ടൈംസ് വെക്റ്റർ v1 ഡോട്ട് വെക്റ്റർ v2. ഇങ്ങനല്ലേ വരുന്നത്. ഇവിടെ നമുക്ക് വെക്റ്റർ v1 അല്ലേ, വെക്റ്റർ v1നെ എങ്ങനെ എഴുതാം? ഞാൻ ഇവിടെ എഴുതാം. വെക്റ്റർ v1 ഞാൻ ഇവിടെ എഴുതാം. വെക്റ്റർ v1 ഈക്വൽ ടു വെക്റ്റർ v1 നമുക്ക് അറിയില്ലല്ലേ, നമുക്ക് എന്താ അറിയാവുന്ന, വെക്റ്റർ v ആണ് അറിയാവുന്ന. വെക്റ്റർ v ഈസ് ഈക്വൽ ടു 2i ക്യാപ് പ്ലസ് j ക്യാപ് മൈനസ് ലാംഡയുടെ വാല്യൂ എന്താണ്? 3 ആണ്. 3k ക്യാപ്. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ വെക്റ്റർ v1. അപ്പം ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്തിട്ട് സ്ക്വയർ ചെയ്യണം. അപ്പം എന്ത് വരും? റൂട്ട് ഓഫ് 2 സ്ക്വയർ 4, 1 സ്ക്വയർ 1, മൈനസ് 3ൻ്റെ സ്ക്വയർ പ്ലസ് 9 ഈക്വൽ ടു റൂട്ട് ഓഫ് വെക്റ്റർ v1 സ്ക്വയർ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്ത് സ്ക്വയർ ചെയ്യുക. ഓക്കെ, ഇവിടെ സ്ക്വയർ ഉണ്ട്. പ്ലസ് 2v1 ഡോട്ട് v2. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇത്രയും മതിയല്ലേ? ഇത്രയും മതി നമുക്ക്. ഇതിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ എക്സ്ട്രാ കിടക്കുന്നത് 2v1 ഡോട്ട് v2 ആണ്. v1 ഡോട്ട് v2 അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. വെക്റ്റർ v ഈസ് പാരലൽ ടു വെക്റ്റർ u. വെക്റ്റർ v എന്താണ്? വെക്റ്റർ യുവിന് പാരലലാണ് എന്ന് വെച്ചാൽ ഇത് വെക്റ്റർ v ആണെന്ന് ഓർത്തോ. ഇതാണ് വെക്റ്റർ v1. ഇതാണ് വെക്റ്റർ v1. v1 എന്താണ്? വെക്റ്റർ യുവിന് പാരലലാണ്. അപ്പം വെക്റ്റർ u ഇത് വരും അല്ലേ? ഇതാണ് വെക്റ്റർ u. അടുത്ത നോക്കിയേ, വെക്റ്റർ v2 ഈസ് പെർപെൻഡിക്കുലർ ടു വെക്റ്റർ u. വെക്റ്റർ v2 എന്താണ്? v2 യുവിന് പെർപെൻഡിക്കുലർ ആണ്. u ഇതല്ലേ, അപ്പം അതിന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ വരും. അപ്പം ഇതാണ് നമ്മുടെ വെക്റ്റർ v2. ഓക്കെ അല്ലേ? യുവിന് പെർപെൻഡിക്കുലർ ആണ് നമ്മുടെ വെക്റ്റർ v2. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, വെക്റ്റർ v1നും പെർപെൻഡിക്കുലർ ആയിട്ട് വരത്തില്ലേ? വെക്റ്റർ v1നും എന്താണ്? വെക്റ്റർ v2 എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, നോക്കിയേ, ഇവിടുത്തെ ആംഗിൾ എന്താണ്? 90 ഡിഗ്രി ആണ്. നമുക്ക് എന്ത് പറയാം? വെക്റ്റർ v1 പെർപെൻഡിക്കുലർ ടു വെക്റ്റർ v2. അങ്ങനെയാണെങ്കിൽ അവന്മാരുടെ ഡോട്ട് പ്രൊഡക്റ്റ് 0 അല്ലേ? v1 ഡോട്ട് v2 എന്താണ്? 0 അല്ലേ? അപ്പം നമുക്ക് നമ്മുടെ ആൻസർ കിട്ടി. നോക്കിയേ, മാഗ്നിറ്റ്യൂഡ് ഓഫ് v1 സ്ക്വയർ പ്ലസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് v2 സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? ഇത് ഇവിടെ ഒരു സ്ക്വയറും കൂടെ ഉണ്ടല്ലോ. ഇവിടെ ഒരു സ്ക്വയറും കൂടെ ഉണ്ട്. മാഗ്നിറ്റ്യൂഡ് എടുത്തതാണ് എന്താണ്? റൂട്ട് ഓഫ് 4 പ്ലസ് 1 പ്ലസ് 9. അതിൻ്റെ ഒരു സ്ക്വയർ ഇവിടെ ചെയ്യണം. അപ്പോൾ എന്ത് വരും? 4 പ്ലസ് 1 5, 5 പ്ലസ് 19 14, റൂട്ട് 14 അതിൻ്റെ സ്ക്വയർ. ഈ റൂട്ടും ഇതും കൂടെ ക്യാൻസൽ ചെയ്ത് നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടും? ഈക്വൽ ടു 14. ഓക്കെ അല്ലേ? അപ്പം ആൻസർ ഏതാണ്? ബി ആണ് നമ്മുടെ ആൻസർ.